ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപം ആത്മസ്വരൂപമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഗുരു എന്ന് വെച്ചാൽ ആത്മസ്വരൂപനാണ്. എന്നാൽ മനസ്സിന് താഴ്ന്ന വികാരങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ശിഷ്യന് ഗുരുവിൻ്റെ ആത്മഭാവം അറിയാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഗുരു പരമാത്മസ്വരൂപം തന്നെയാണെന്ന് അറിയുമ്പോൾ നാം നമ്മുടെ ആത്മഭാവം തന്നെയാണ് അറിയുന്നത്. അതായത് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന സമയം ഭൂമിയിലെ വെള്ളം തന്നെ പൊങ്ങുന്നു. ഗുരുവിലുള്ള പ്രേമം തന്നിലുള്ളിൽ ആത്മസ്വരൂപത്തെ പൊയ്ക്കൊണ്ടുവരികയാണ്. ഒരാളെ പ്രേമിക്കാൻ തുടങ്ങുമ്പോഴാണ് തന്നിലെ പ്രേമം പൊങ്ങി വരുന്നതെന്ന് പറയുന്ന പോലെ പ്രേമത്തിൻ്റെ ഭാവത്തെ മനസ്സിലാക്കാനും കഴിയുന്നത്. നാളെ 12 മണിക്ക് സ്നേഹിക്കുക എന്ന് പറയുന്ന കേസന് അത് സ്നേഹമല്ല. അപ്പോൾ ആ തല്ല് പ്രേമത്തെ ഉണർത്തിക്കൊണ്ടുവരുന്ന ആ ഭാവമാണ്. തല്ലിലുള്ള ആ സ്നേഹം മറ്റൊരാൾക്ക് പങ്കിടാൻ കഴിയുന്നത് പോലെ ആ പ്രേമത്തെ നേരത്തെ കെട്ടിക്കിടന്ന വെള്ളമാണ് പിന്നെ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ഗുരു കെട്ടിക്കിടന്ന വെള്ളത്തെ ആ അരുവിയെ നദിയായി അതങ്ങനെ ഒഴുകാണ്. പാൽ നിറച്ച് തിളച്ച് തുളുമ്പുന്ന പാൽ. കൊറോണ വന്നപ്പോൾ എല്ലായിടവും വായു ഉണ്ടെങ്കിലും നമ്മൾ പല കമ്പനിയിലും അതും ശരിക്കും ചെയ്യുന്ന കമ്പനിയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഓക്സിജൻ എടുത്തത്. ഈ അടുത്ത് തന്നെ ഒരു കിണറിൽ 4 പേര് വല്ലതും മരിച്ചു എന്ന് പറഞ്ഞു. വിഷമായി ശ്വസിച്ചാണ്. അത്രയും ആഴത്തിൽ പോകുമ്പം ഓക്സിജൻ വെച്ചുകൊണ്ട് പോകേണ്ടിയിരുന്നു. അത്രയും താഴെ ആകുമ്പോൾ വിഷാംശമുള്ള വായു കാണാം. അപ്പം അങ്ങനെ ആയിരിക്കാം. അപ്പം ഓക്സിജൻ വെച്ചുകൊണ്ട് പോയെങ്കിൽ പറ്റില്ല. ഈ വായു ആളെ കൊന്നെങ്കിൽ ആ ഓക്സിജൻ ആളുകൾ രക്ഷിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. വായുവാണ്. പക്ഷെ അങ്ങനെ ശുദ്ധീകരിക്കുന്നതനുസരിച്ചിരിക്കും. അതുപോലാണ് ഒരു ഗുരു തന്നിലെ ജീവനെ എപ്പോഴും നിലനിർത്തുന്നവൻ, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഉണർത്തുന്നവൻ. അവനെ കൊണ്ട് ലോകത്തിനും തനിക്കും ഉപകാരപ്രദമാകുന്നു. അപ്പോൾ ഒരു സദ്ഗുരു എന്ന് പറയുമ്പം അവർ ഈ വഴികൾ അവർക്ക് നല്ലോണം അറിയാവുന്നതാണ്. അന്നിത്ര റോഡൊന്നും ഇല്ല, വഴികളില്ല, ചെരുപ്പുകളുമില്ല. പഴയ ആൾക്കാർ ചെറിയ വഴി കൊണ്ട് നടന്ന് കല്ലും മുള്ളും ഒക്കെ നടന്ന് ശീലിച്ചവരാ. അപ്പം അവർക്ക് ഈ ലോകത്ത് പല അനുഭവവും ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ അനുഭവത്തിന് വെളിച്ചത്തിലാണ് അവർ പോകുന്നത്. ഇപ്പം ചെരുപ്പുണ്ട്, റോഡുമുണ്ട്. അപ്പം അവർക്ക് ഇതിനെപ്പറ്റി ലോകത്തിൻ്റെ സ്വഭാവത്തിൻ്റെയോ ലോക ജീവിതത്തിനെ പറ്റി അറിയില്ല. ആരും കഷ്ടപ്പെടണമെന്നല്ല. ചുമടെടുത്ത് ശീലിച്ചവനെ ചുമടിൻ്റെ ഭാരം അറിയുള്ളൂ. ഒന്നും കിട്ടാൻ വിശന്നവനെ വിശപ്പിനെ പറ്റിയുള്ള സ്വഭാവം അറിയുള്ളൂ. അപ്പം അത് മനസ്സിലാക്കി നമുക്ക് എന്തെടുക്കുമ്പോഴും മറ്റവനെ കൂടി ഓർക്കാനൊരു മനസ്സ് കിട്ടും. വേസ്റ്റ് കളയില്ല. മറ്റവൻ്റെ കഷ്ടപ്പാട് ഓർക്കുന്നു. എപ്പോഴും ഇതിൽ മറ്റുള്ളവരെ കാണുകയാണ്, തന്നെയല്ല കാണുന്നത്. മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ ദുഃഖം. അപ്പോൾ ശരിക്കും നമ്മൾ കണ്ടതുകൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മളൊക്കെ അനുഭവത്തിൽ കൂടി പോയവരാണ്. പിന്നെ കഷ്ടപ്പെടുന്നവരെ കാണുകയും ചെയ്തിട്ടുണ്ട്. 1000 വീടിനായിരിക്കും ഒരു പൈപ്പ് ഉണ്ടാകുന്നത്. ആ പൈപ്പ് അന്നത്തെ കാലത്ത് അടിച്ചടിച്ചാണ് വെള്ളം. അത് ഒടിഞ്ഞാൽ ഗവൺമെൻറ് കൊണ്ട് പെട്ടെന്ന് അടിക്കാൻ പിടിയിടത്തില്ല. അത് അടിക്കുമ്പോഴാണ് ഈ ഇത് മുന്നോട്ട് പൊങ്ങുന്നത്. അപ്പോൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയറിട്ട് കെട്ടി റോപ്പിട്ട് പൊക്കി വലിക്കണം വെള്ളത്തിന്. അപ്പോൾ ഒരു കുടം വെള്ളം ഒരാൾക്ക് കിട്ടിയെന്നിരിക്കും. ഒക്കെ ദിവസം പോയി കാത്തിരിക്കണം. അപ്പോൾ ഒരാൾ അവയം കൊണ്ടൊരു പന്ത പിടിച്ചാൽ പിന്നെ എല്ലാവർക്കും വാശി കയറി ഇടിയുക. അപ്പോൾ ഇടിക്കാൻ തുടങ്ങുക ചെമ്പുകലമൊക്കെ പപ്പടമാകും. ചെമ്പുകലം പപ്പടം ശരീരത്തിൽ കൂടി ഇടിച്ചാക്കണമെങ്കിൽ എന്തിടിയാ നീന്തിക്കുക. ചെമ്പുകൂടവും ചെമ്പുകലം ഒക്കെ നമ്മുടെ പപ്പടമാകും. അത്രയ്ക്ക് ഇടി കൊണ്ടാണ് ഒരു കുടം വെള്ളം കിട്ടുന്നത്. പിന്നെ ഗവൺമെൻറ് കാറ്റ് വന്നാൽ കിട്ടുന്ന പൈപ്പ് സ്ഥാപിച്ചു. അപ്പോൾ കാറ്റ് വന്നാൽ കാറ്റിൽ പമ്പരം കറങ്ങത്തുള്ളൂ, അടിക്കേണ്ട ആവശ്യമില്ല, കറങ്ങും. അപ്പോൾ വെള്ളം കിട്ടും. കാറ്റെപ്പോഴും വരുന്നില്ല. ചിലപ്പോൾ സന്ധ്യയ്ക്ക് കാണും, ചിലപ്പോൾ രാത്രി കാണും.
ചിലപ്പോഴേ പകൽ കാണുള്ളൂ. അപ്പോൾ വന്ന അനുസരിച്ച് നിരത്തി നിരത്തി വയ്ക്കും. എന്നിട്ട് മുകളോട്ട് നോക്കി തപസ് പോലെ ഇരിക്കുകയാണ്. കാറ്റ് വന്നു, കാറ്റ് വന്നു, കാറ്റ് വന്നു. അങ്ങനെ കാറ്റ് വരുമ്പോൾ തന്നെയും കിട്ടുന്നത് ഇതുപോലൊരു കുടം വെള്ളമായിരിക്കും. ചില കടത്തീരത്ത് കിണർ കുടിച്ച വെള്ളമുണ്ട്. ഇവിടെ കിണർ കുടിച്ച ഈ സ്ഥലത്ത് വെള്ളമില്ല. അത്ര നല്ല കുടിക്കുന്ന വെള്ളം കിട്ടും. പിന്നെ കായൽ 6 മാസം വെള്ളമാണ്. അത് പാത്രം കഴുകാൻ കൊള്ളാം. മുണ്ട് കഴുകണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ കാരമിട്ട് അത് പുഴുങ്ങി അടിക്കാൻ ഒരു കരിങ്കല്ല് ഈ സ്ഥലത്ത് കിട്ടത്തില്ല. അപ്പോൾ ഈ പ്രദേശത്ത് കരിങ്കല്ലില്ലാതാനും ചിലർ തെങ്ങിനകത്തിട്ട് അടിച്ചാണ് മുണ്ട് കഴുകുന്നത്. തെങ്ങിനകത്ത് ചെറിയൊരു തോട് കീറും, അവിടെ ചിലപ്പോൾ വെള്ളം കാണാം. ആ ഒരു തോടിലാണ് എല്ലാവരും മുണ്ട് കഴുകാൻ വരുന്നത് തന്നെ. അപ്പോൾ നമുക്കിന്നും നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും പൈപ്പ് വെട്ടി വെള്ളം പോകുന്ന കാണുമ്പോൾ ശരീരത്തിൽ രക്തത്തും പോകുന്ന പോലെ തോന്നും. അയ്യോ, എങ്ങനെയെങ്കിലും അതിനെ കണക്ട് ചെയ്ത് വെച്ച് പോകണം. ആ വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എൻ്റെ രീതി നമുക്കറിയാം. എൻ്റെ അമ്മ ആര് വന്നാലും ചായ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിഥി വന്നിരിക്കുമ്പോൾ നമ്മൾ ആ ചിലയിടത്ത് വെറ്റയും പാക്കും അവർ കൊടുത്തു. പിന്നെ ചായ ഇട്ട് കൊടുക്കണം. അപ്പോൾ പൊത്താൻ കാണത്തില്ല. ഞാൻ തെങ്ങ് വരെ കയറിയിട്ടുണ്ട്. കാരണം വരുന്നവർക്കൊക്കെ അതിഥികൾക്കെല്ലാം സൽക്കരിക്കണം. അപ്പോൾ തെങ്ങ് കയറിയിട്ട് അമ്മ ഒലക്കയും കൊണ്ട് വന്നിരിക്കുന്ന രംഗമുണ്ട്. പെണ്ണുങ്ങൾ തെങ്ങ് കയറി ഓടി ചോദിച്ചുകൊണ്ട് അതിനും അടി കിട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിന് വേണ്ടേ ഓരോ കാര്യങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ അതുകൊണ്ട് എന്ത് കണ്ടാലും ശ്രദ്ധിക്കും. അപ്പോൾ ഒരു ദിവസം കുഞ്ഞിലെയാണ് 2 രൂപ തന്നയച്ച് സാധനം മേടിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ പൈസ എവിടെ വെച്ചെന്നുള്ളത് പോയാറ്. അപ്പോൾ തിരിച്ച് പൈസ കാണുന്നില്ല എന്ന് പറയാൻ ഇപ്പം നല്ല അടി കിട്ടി. അടി കിട്ടിയപ്പോഴും ആ പൈസ പോയപ്പോൾ ഉണ്ടായ വിഷമം ഓർക്കുമ്പോൾ ഇപ്പോഴും തറയിൽ പൈസ കിടക്കുന്ന കണ്ടാൽ എടുക്കാൻ തോന്നത്തില്ല. കാരണം ആരുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെത്ര ദുഃഖിക്കും. അപ്പം നമ്മൾ അങ്ങനെയാണ് വളർന്നതും. അങ്ങനെ പറയുന്ന 10,000 കണക്കിന് കാര്യങ്ങളുണ്ട്. നെല്ല് കുത്തും, ഗോതമ്പ് കുത്തും, മുളകിടിക്കും, അരയ്ക്കും, ഒറ്റ തൂക്കും. ഒരു ഈർക്കൽ ഇപ്പോൾ ഉടനെ എടുത്തത് ചെടി വെക്കണം. ഒരു ഈർക്കൽ ഒരു ചൂല് കാണണം എന്നാണ്. ഒരു നെല്ലല്ല കാണണ്ട, അതിൽ നിന്നുണ്ടാകുന്ന എത്ര ആയിരം നെല്ലുകൾ, അതിൻ്റെ പിന്നിലുള്ള ത്യാഗങ്ങൾ. അങ്ങനത്തെ കാലത്ത് ആ ഒരു ഭാവം പറഞ്ഞു തന്നു. നമ്മളെ ധർമ്മബോധവും ആ ഒരു സത്യസന്ധതയും ത്യാഗവും കാരുണ്യവും നമ്മുടെ അമ്മമാരങ്ങനെ കാണിച്ചു തന്നു.
മനോഹരി
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Swamiji, please help me to understand why each time I get deeper into spiritual practice, or I receive from Mama the sankalpa of a profound awakening, soon after the ego within me seems to come back doubled. Every time I try to surrender more, I can see more fears rising up from the ego that doesn't want to die. It's an exhausting battle, and sometimes I really feel lost and without any more strength and fall into bad habits again. I know Amma is always with all of us, but please help me to understand how to deal with. That's a good sign that you are aware of your ego. It shows that you are advancing spiritually, because so far we were not even aware of the ego and the thoughts and the negativities. So it's a good sign, I would say. In the waking state, the so-called waking state, we are only aware of the negativities on the surface of the mind. That's the conscious mind. And that's just tip of the iceberg. And 99% is submerged in the unconscious mind, the subconscious or even the unconscious mind. So suppose you are digging or drilling a well. What is your goal? Your goal is to dig deep until you see pure drinking water, correct? And what happens when you go deeper and deeper? When you dig deeper and deeper, you will see pure water? No. You see more and more mud coming out, correct? And you may become tired. I mean, seeing more and more mud coming out, you may feel disappointed. You will feel tired, exhausted, frustrated. And you may even want to give up the whole idea of having a well of your own. Hell well. Let the well go to hell. If you stop there, you will lose the life-saving water. So what do you do? In such a situation, what do you do? See, even to buy something, you are urgently in need of something. You go to one shop, it's not available there. You go to the next shop, it's not available there. And you will go to all the shops in the city. And if it is not available there, then you will order it on Amazon or whatever. Ship it from another country. You never get disappointed, you never get tired in that situation. So here, you are digging because you are thirsty. There is an inner thirst and you want to quench that thirst. But if you stop half the way, you will lose the life-saving water. So, you unearth more and more mud and hooray, you finally hit drinking water. That's the process. But this ego, the conflict, the negativities, the emotions, they are there. They are always present there, whether we are aware of it or not. Life in itself is not a conflict at all. Because life is a whole, it's a totality.
There is no conflict there. But our egos, our small egos, itsy bitsy egos, make every single aspect of life a battlefield. Externally, there is conflict within the family, in the work front, social life, in your relationships, and internally, the thoughts, emotions are fighting. The past and future never give us any peace. The past has its own fight, the future has its own fight. They are in constant war. It's a battle. Externally and internally, you are fighting. So first you become aware of that fight. It's good. You have to become aware of the fight, and you have to become aware that you are in the battlefield. And once you become aware of that, as Amma says, if you lose a single moment of attention, you will be beheaded. You will be killed. So it's a similar kind of war. So in this battle, if you decide to run away, then you will be a non-stop runner. You will run throughout your life, and you can even participate in the Olympics and get a gold medal for running competition. Don't try to fight and control the mind, because if you start fighting, the mind is much powerful, much more powerful. It will defeat you. So don't try to fight. The mind can only be tamed like a wild bull, ferocious. You have to put the bull in a fence, and then you feed the bull every single day, every morning and evening, maybe 3 times a day. You visit the bull. The bull is very, very, very furious, ferocious. But as days pass by, and you feed the bull, you pat the bull, caress the bull's head, and slowly. And that's what the mantra does. And that's what meditation does. That's what japa does. That's what 108 names of Amma does. The 1,000 names of Devi does. So don't try to fight and control the mind. Just witness and watch the thought movement, the way it moves. So I can understand your state of mind, but never give up, as Amma says. Never feel discouraged. Move forward. Keep moving forward, never backwards. Because only by moving forward will you rise up. It's like an aircraft taking off. Moves forward. And the momentum increases and increases and increases, and finally it takes off. And you will soon be there.